കുറച്ചുനാൾ മുൻപ് വരെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾ അവിടെ സരസ്വതി പൂജ ആഘോഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. എത്ര നാൾ ഇങ്ങനെ ഹിന്ദുക്കൾക്ക് ബംഗ്ലാദേശിൽ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആക്രമിച്ചതിൻ്റെ ഭാഗമായി യൂനുസ് കുഞ്ഞ് അതിൻ്റെ അവിടുത്തെ ഭരണാധികാരി ലോകത്ത് ഒറ്റപ്പെട്ടു. അമേരിക്കയും മറ്റെല്ലാ രാജ്യങ്ങളും അവരെ ഒറ്റപ്പെടുത്തി. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അങ്ങനെ ഒരു കുഞ്ഞു രാജ്യത്തിന് നമ്മെപ്പോലുള്ള വലിയ രാജ്യത്തിൽ ഉള്ള വലിയൊരു വിഭാഗം ആളുകളുടെ ബന്ധുക്കളോ അനുയായികളോ ആയിട്ടുള്ള ആളുകളെയൊക്കെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റും. ഒരുപാട് കാലം പോകാൻ പറ്റില്ല. അത് അവർ മന്ദബുദ്ധികളെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അവിടെ പഞ്ചമി പൂജ നടന്നു, സരസ്വതി പൂജ നടന്നു. അതായത് സരസ്വതി പൂജ നമ്മളിവിടെ അങ്ങനെയാണല്ലോ, സ്കൂളിലെ കുട്ടികളെ പുതിയ കുട്ടികളെ ചേർക്കുമ്പോൾ അവരെ എഴുത്തിനിരുത്തുമ്പോൾ സരസ്വതി പൂജയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെയും വസന്ത പഞ്ചമിയുടെ ഭാഗമായി എല്ലാ കുട്ടികളെയും എഴുത്തിനിരുത്തുന്ന, എല്ലാ കുട്ടികളെന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളെ എഴുത്തിനിരുത്തുക, പഴയ കുട്ടികൾ എഴുതും, ആ ദിവസം അവർ എഴുതും, അതൊരു പ്രതീകാത്മകമായിട്ട്. അപ്പോൾ ആ പരിപാടി അവിടെ സ്കൂളുകളിലും കോളേജുകളിലും വലുതായിട്ട് നടന്നു. അതിപ്പം നല്ലൊരു സന്തോഷമുള്ള കാര്യം. അതിന് ആരാശംസ നേർന്നു? നമ്മളെ യൂനുസ് കുഞ്ഞ്. പുള്ളി തള്ളിപ്പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും ഒരു ഇമേജ് ലോകത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും, ലോകത്തിനോടൊരു ഇമേജ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി അതിനെ തള്ളിപ്പറയാതെ പുള്ളി തന്നെ സന്ദേശമൊക്കെ അയച്ച് അത് വളരെ വിപുലമായി അവിടെ ആചരിച്ചു. മാത്രമല്ല ക്ഷേത്രം പൊളിക്കാൻ പോയ അല്ലെങ്കിൽ തകർക്കാൻ പോയ ഒരു ആളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മാറിപ്പിടിക്കുന്നുണ്ട്, അവർ മാറ്റിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ മാറ്റിപ്പിടിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ അവർക്ക്. എത്ര കാലം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. മാറ്റിപ്പിടിച്ചേ അവർക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെ ഒരു വിഭാഗത്തെ 100% ഉന്മൂലനം ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ ഹിന്ദു മതത്തിൽ നിന്നായതുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളായതുകൊണ്ട് പെട്ടെന്ന് മാറുകയുമില്ല. അതേ ഒരു സനാതനബോധം, ഒരു ധർമ്മം, കാരണം ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദു വിശ്വാസം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് മതത്തിലുള്ളവരെ പെട്ടെന്ന് മാറ്റുന്നത് പോലെ അത്ര എളുപ്പമല്ല മാറ്റൽ. അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ ഇതിലേക്ക് പോയി. ഇപ്പോൾ എന്തായാലും സരസ്വതി പൂജ വളരെ ഗൗരവമായിട്ട് അവർ സീരിയസ് ആയിട്ട് പിന്നെ ആഘോഷിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. സ്കൂളുകളിൽ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഗുരുദ്വാരകളിൽ, പിന്നെ അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രവും പൊളിച്ചിട്ടില്ലല്ലോ, 1-2 ഉള്ളൂ. ബാക്കിയെല്ലാം ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ സരസ്വതി പൂജ ഭംഗിയായി നടന്നു. അവിടെ പക്ഷെ ആ രാജ്യത്ത് വലിയ ബുദ്ധിമുട്ടാണല്ലേ ഹിന്ദുക്കൾ? തീർച്ചയായിട്ടും നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്തായാലും കാരണം ഈ സരസ്വതി പൂജയും ദുർഗാ പൂജയും എല്ലാം ഉണ്ടാകുമ്പോൾ അവർ നിരന്തരം അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിവാണ്. അവിടെ സ്ഥിരമായിട്ടുണ്ട്. അവിടെ സ്ഥിരമായി ഇത് നടക്കുമ്പോൾ, പൂജ നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സംഘർഷം ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ എന്തായാലും അത് ഞാനീ പറഞ്ഞതുകൊണ്ടായിരിക്കും. കാരണം ഇങ്ങനെ വലിയ സംഘർഷം ഉണ്ടായി ഒറ്റപ്പെട്ടതുകൊണ്ടെങ്കിൽ പിന്നെ ഇതിന് അനുവദിച്ചു കൊടുക്കാം എന്നൊരു ധാരണയും കൂടി വന്നതായിരിക്കാം. എന്തായാലും ഇത് നടന്നു, അവിടെ നടന്നു. വളരെ പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നടന്നു, സ്കൂളുകളിൽ, കോളേജുകളിൽ വലിയ രീതിയിലാണ് അവിടെ ഈ ആഘോഷം നടന്നത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അത് വീണ്ടെടുക്കണേ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടെ ആയിരിക്കാം അവർ അനുവദിച്ചത്. പക്ഷേ അല്ലാതെ അതൊരു സ്ഥിരമായി വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ഥിരമായ ഒരു പ്രൊട്ടക്ഷനായിട്ട് വരുമോ എന്ന് അറിയില്ല നമുക്ക്. എന്തുകൊണ്ടായിരിക്കും ഈ ഹിന്ദുക്കൾ വിവിധ രാജ്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത്? നാം അമേരിക്കയിൽ എടുത്താൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും. അല്ല, ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. എല്ലാ രാജ്യങ്ങളും അവിടെ നിൽക്കട്ടെ, ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുക. 2000 വർഷത്തിൻ്റെ പീഡനമുണ്ട് ഇവിടെ. 2000 വർഷം ചെറിയ വർഷമല്ല. 2000 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 80 വയസ്സ് ഒരാൾ ജീവിച്ചിരിക്കുമെങ്കിൽ 2000 കൊണ്ട് 80 എത്ര തലമുറ. 700 വർഷം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം മുതൽ തുടങ്ങി 700 വർഷത്തോളം മുസ്ലിം രാജാക്കന്മാർ ഇവിടെ ഭരിച്ചു. മുഗൾ ഭരണം, അതുമായി മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചു. പിന്നെ 200 വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ നമ്മെ നേരിട്ട് ഭരിച്ചു. പിന്നെ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, കുറേ അറബികൾ, എല്ലാവരും കൂടെ ഒരു 2000 വർഷത്തോളം നമ്മെ വിവിധ രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഹിന്ദുമതം ഇപ്പോൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടൊരു മതമാണ്. ഹിന്ദുമതം എന്ന ഹിന്ദുക്കൾ വ്യാപകമായി, ക്ഷേത്രങ്ങൾ വ്യാപകമായി. അതുകൊണ്ട് രാമക്ഷേത്ര വിഷയമൊക്കെ വന്നത്, വാരാണസിയിലെയും രാമക്ഷേത്രവും ബദ്രീനാഥും ഒക്കെ വരുന്ന വിഷയം അതുകൊണ്ടാണല്ലോ. ക്ഷേത്രങ്ങൾ ഒരുപാട് തകർത്തു. പിന്നെ ബുദ്ധമതം വന്നു. ബുദ്ധമതം വന്നപ്പോഴും വളരെ വ്യാപകമായിട്ട് ഹിന്ദു ആചാരവും ഇതൊക്കെ പോകാൻ. പിന്നെ ബുദ്ധമതം ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുദ്ധമതവും ജൈനമതവും ആക്രമണമാണ്. അതൊരു ഉപശാഖ, അക്രമമൊന്നും ആയിരുന്നില്ല. അതൊരു ഉപശാഖ എന്നുള്ള നിലയിലാണ്. ഹിന്ദുമതത്തിൻ്റെ തന്നെ ശാഖയായിട്ട് വന്ന വേറൊരു സ്ട്രീം, വേറൊരു ചിന്താഗതി, ബുദ്ധൻ വേറൊരു ആചാര്യൻ വന്നു, വേറൊരു ചിന്ത വന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ജൈനമതവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാനാക്കിൻ്റെ പിന്നെ സിഖ് മതമൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ വേറെ ഇതിനകത്ത് തന്നെയുള്ള ബ്രാഞ്ചുകളായിട്ട് വന്നതാണ്. അത് പരസ്പര ആക്രമണവും കൊല്ലലും ഒന്നും ആയിരുന്നില്ല വന്നത്. പക്ഷെ എന്നാൽ പോലും അതും
ഈ ഞാൻ പറഞ്ഞ മൊത്തത്തിൽ വൈദിക സംസ്കാരത്തെയും അല്ലെങ്കിൽ വേദ സംസ്കാരത്തെയും ഒറിജിനലുണ്ടായിരുന്ന സനാതന ഹിന്ദു ധർമ്മത്തെയൊക്കെ ഇതെല്ലാം കുറേശ്ശെ പിടിച്ച് ഉലച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം കുറേശ്ശെ ഉലച്ചു. പക്ഷേ എങ്കിലും ഡയറക്റ്റ് ആക്രമണം നടന്നത് ഈ ഞാൻ പറഞ്ഞ 12,000 വർഷത്തെ ആക്രമണം ഉണ്ടായിരുന്നു. അത് പല രൂപത്തിലുള്ള സ്നേഹിക്കുകയും ചെയ്തല്ലോ. പിന്നെ ഗോതമ്പ് കൊടുക്കുക, പിന്നെ സ്കൂൾ നടത്തുക, ആശുപത്രികൾ നടത്തുക, ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അങ്ങനെ മതം മാറ്റിക്കാനുള്ള ശ്രമം നടന്നു. സ്നേഹിച്ചു. അപ്പോൾ സ്നേഹിച്ച് ചെയ്യുന്നതാണ്. ഉപദ്രവിച്ചു. വിഗ്രഹങ്ങൾ പൊളിക്കുക, അമ്പലങ്ങൾ പൊളിക്കുക, തല്ലുക, ഇങ്ങനെ പല രൂപത്തിൽ എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മാറ്റാൻ പറ്റുമോ അത് ആ രൂപമെല്ലാം ഇവിടെ പ്രയോഗിച്ചു. എന്നിട്ടും സമാധാനപരമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും. ഇപ്പം തന്നെ ഈ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പല ആളുകളും ഇപ്പോൾ ഈ കുംഭമേളയ്ക്കെതിരെയൊക്കെ കുറച്ച് പേരെങ്കിലും വലിയ വർത്തമാനം കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ആരെങ്കിലുമൊക്കെ താഴെ വന്ന് എന്തെങ്കിലും പറയുന്നുള്ളല്ലാതെ കായികമായിട്ടൊന്നും ഒരു ആക്രമണം ഒന്നും ഒരിടത്ത് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു സവിശേഷതയുള്ളൊരു മതമാണത്, അല്ലെങ്കിൽ ഒരു ചിന്താധാരയാണത്. മറ്റുള്ളവരെ ആക്രമിക്കുക. ഒരു രാജ്യത്തേക്ക് വേണ്ടിയും ആക്രമണം നടത്തിയിട്ടില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സായുധ സേനയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ വലിയ ഹിന്ദുക്കളുടെ സേനയൊക്കെ ഉണ്ടാക്കി അപ്പുറത്ത് പോയി ആക്രമിച്ചുകൊണ്ട് ചെയ്യാമല്ലോ. കൊച്ചു കൊച്ചു രാജ്യങ്ങളല്ലേ തൊട്ടടുത്ത് കിടക്കുന്നത്. പക്ഷെ ഒരു രാജ്യത്ത് പോയി ആക്രമിച്ചിട്ടില്ല. മതപ്രചരണത്തിനും പോയിട്ടില്ല. അപ്പോൾ ഇസ്കോൺ പോലുള്ള സംഘടനകളൊക്കെ ലോകത്ത് പല രാജ്യങ്ങളും. ഈ ബംഗ്ലാദേശിൽ തന്നെ മുൻകാലങ്ങളിൽ 22% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ വെറും 8% മാറിയിട്ടുണ്ട്. കുറേ പേര് മാറി. പാകിസ്ഥാനിൽ തന്നെ 14% ഉണ്ടായിരുന്നവ ഇപ്പോൾ 1%. അങ്ങനെ കുറേ സ്ഥലത്തേക്ക് മാറ്റം വന്നു. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോഴും എതിർത്തങ്ങോട്ട് തോൽപ്പിക്കുന്നില്ല, പ്രതിരോധിക്കുന്നില്ല, സംഘർഷവും അങ്ങനെ പ്രതിരോധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതിരോധ മനസ്സില്ലാത്തവരാണ്, സമാധാന മനസ്സുള്ളവരാണ്. അതിൻ്റെ ദോഷമുണ്ട് അതിൻ്റെ ദോഷമുണ്ട് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രതിരോധം ഇല്ലാത്തതിൻ്റെ ഭാഗമായി പലതും നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നവും ഉണ്ട്. അല്ല, ഒരു ഐക്യമില്ലായ്മയും ഉണ്ട്. പിന്നെ അതിനകത്തൊരു ജാതിയുടെ ഒരു പ്രശ്നമുണ്ട് കിടക്കും. ഹിന്ദു മതമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ കേരളം എടുത്തു നോക്കുക. SNDP, NSS, KPMS ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഘടനകൾ, വിശ്വകർമ്മ, നിരവധി ജാതി സംഘടനകളാണ്. ഹിന്ദു മതത്തേക്കാൾ പ്രധാനം എന്താണ്? ജാതി അതിനകത്ത് വളരെ ഉയർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ജാതികൾ തമ്മിലുള്ള സംഘർഷവും നടക്കുന്നുണ്ട് മതത്തിനുപരിയായി. അതുകൊണ്ട് തന്നെ ഒരു ഐക്യമില്ലായ്മ, ഏകോപനം. അതുകൊണ്ട് തന്നെ നായാടി മുതൽ നായർ വരെ, നമ്പൂരി വരെ എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശയുടെ ഇടയ്ക്ക് പറയുന്നത്. പക്ഷെ ആ പറയുന്നതല്ലാതെ ഇതൊന്നും ഒരു സംഘടിത രൂപമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏകോപിത രൂപവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരിലില്ലേ, ഹിന്ദു വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരിലുണ്ട്, കോൺഗ്രസ്സുകാരിലുണ്ട്, BJPയിലുണ്ട്, ആസ്തികരിലുണ്ട്, നാസ്തികരിലുണ്ട്, യുക്തിവാദികളിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുക്തിവാദികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാണുള്ളത്? ഹിന്ദുക്കളാണുള്ളത്. അല്ല, ക്രിസ്ത്യാനികളും മുസ്ലിംസൊക്കെ വളരെ കുറച്ച് വിരലുണ്ടാവുന്നവരേ ഉണ്ടാവുള്ളൂ. കൂടുതലും ഹിന്ദുക്കളാണുള്ളത്. കാരണം ആ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നൊരു മതമാണിത്. എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാം. മതവിദ്യാഭ്യാസമില്ല. അപ്പുറത്തും മതവിദ്യാഭ്യാസമുണ്ട്. സെമറ്റിക് മതങ്ങളിൽ മതവിദ്യാഭ്യാസമുണ്ട്. ബൈബിളിൻ്റെ വിദ്യാഭ്യാസമുണ്ട്. കുട്ടിനാൾ മുതൽ മാമോദീസ മുക്കുന്ന അപ്പോഴും മുതൽ ബൈബിൾ പഠിപ്പിക്കും. മറ്റവർക്കാണെങ്കിൽ പിന്നെ ഖുറാൻ പഠിപ്പിക്കും. ഇവിടെ അങ്ങനെ പഠിപ്പിക്കാനൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ആളുകൾ രാമായണം ഡിസംബർ മാസത്തിൽ, കർക്കിടക മാസത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസങ്ങളിൽ ആരെങ്കിലുമൊക്കെ പോയി കുറച്ച് പഠിക്കുന്നു, താല്പര്യം കൊണ്ട് പഠിക്കുന്നു. വയസ്സായവരായിരിക്കും കൂടുതൽ. അല്ലാതെ ഒരു പഠനമൊന്നുമില്ലല്ലോ, മതപഠനമൊന്നുമില്ല. അപ്പോൾ അതൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ആ തന്നെ ചിന്തകൾ പഠിപ്പിക്കുന്നില്ല. അത് സംഘടിത രൂപമല്ല. ഒരു 10,000 ജാതികൾ, അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഉയർച്ച താഴ്ച, അവർ തമ്മിലുള്ള പ്രീണന പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടത് ഇല്ല. പിന്നെ ഈ സമാധാനമാണ്. ഇതെല്ലാം സംഘർഷമൊക്കെ പറയുമ്പോഴും ഒരു അന്യമത സംഘർഷമുള്ളവരല്ല. അങ്ങനെ അന്യമതത്തിനൊക്കെ പോയി പലപ്പോഴും പ്രതിരോധം മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്തെങ്കിലും ചെറിയ സംഭവം നടന്നാൽ അത് പ്രതിരോധമാണ്. അല്ലാതെ ഒരിക്കലും പോയി സംഘടിതമായി മറ്റ് മതങ്ങളെ ആക്രമിക്കുന്ന രീതിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു രീതിയിലല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സരസ്വതി പൂജ ഇപ്പോൾ അവിടെ നടക്കുന്നു. തീർച്ചയായിട്ടും അത് അത്തരം അവിടെ ഉള്ള ഹിന്ദുക്കൾക്ക് കുറച്ച് പേരെങ്കിലും ജീവിക്കാനും ഇത്തരം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കതേ പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷേ എന്തായാലും ഇപ്പോൾ അവർ സരസ്വതി പൂജ അനുവദിക്കുകയും അത് വളരെ ഗൗരവമായി അവർക്ക് കുറേ അധികം ആളുകൾ ഇതിൽ പങ്കെടുക്കാനും ഒക്കെ ഒരു അവസരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് പോസിറ്റീവായി നമുക്കെടുക്കാം.